വിശുദ്ധ അന്തോണീസ് പിതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണിത്. പള്ളിക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ പുറമേ നിന്ന് പ്രാർത്ഥിച്ചു പോകും അവിടെ ഇരുന്ന്. അതേപോലെയുള്ളൊരു ദൈവികതയാണ് ഈ പള്ളിക്ക്. ചെല്ലുമ്പളേ യേശുവിൻ്റെ സ്റ്റാച്ചു ആണ് നമ്മളെ നോക്കി നിൽക്കുന്നത്. കണ്ടില്ലേ, അവിടെ അന്തോണീസ് പിതാവുണ്ട്, ആ സ്റ്റാച്ചു യേശുവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു. അതുപോലൊരു ആത്മീയതയാണ് ഇവിടെ. പള്ളിക്ക് അകത്ത് കയറുമ്പോൾ വലിയ ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ കഴിഞ്ഞ വേക്ക് വെട്ടുകാടുപള്ളി പോയപ്പോൾ എവിടെയോ ഒരു മ്യൂസിയത്തിൽ കയറുന്നൊരു ഇതായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നേരത്തെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് 2 ആഴ്ചയായിട്ട് ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുമായിരുന്നു. മഴ കാരണം പോകാൻ പറ്റിയില്ല. ഇന്നാണ് ഇവിടെ പോകുന്നത്. ഇവിടെ കയറിയിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. മനസ്സിന് എന്തൊക്കെയോ സുഖം, എന്തൊക്കെയോ വിഷമങ്ങൾ പോയതുപോലെയാണ് ഇവിടെ കയറിയിരിക്കുമ്പോൾ തോന്നുന്നത്. കുറേ നേരം ഇവിടെ ഇരിക്കാം, ഇരുന്ന് പ്രാർത്ഥിക്കാം. കണ്ടില്ലേ അൾത്താരയെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം അല്ലേ. ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ വലിയ വേളിയിലുള്ള പള്ളിയാണ്. വെട്ടുകാട് വരുന്നവർക്കൊക്കെ ഈ പള്ളിയിലും പോകാം. പല മതങ്ങളായാലും പല ഭാഷക്കാരായാലും പ്രാർത്ഥനയിൽ കൂടെ എല്ലാം നമ്മുടെ വേദനകളൊക്കെ മാറും. എല്ലാവരും പല മതക്കാരായിരിക്കും, പല ദൈവങ്ങളെ ആയിരിക്കും വിളിക്കുന്നത്. എന്നിരുന്നാൽ പോലും പ്രാർത്ഥനയിൽ കൂടി ഒന്നും മാറാത്തത് കുറവാണ്. അവരുടെ വേദനകൾ, വിഷമങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കൂടി മാറും ഒരു പരിധി വരെ. ഇതാണ് അന്തോണീസ് പിതാവിൻ്റെ തിരുശേഷിപ്പ്. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്നാണ്. കണ്ടില്ലേ തിരുശേഷിപ്പ്. അപ്പോൾ ഇവിടെ ഈ പള്ളിയിൽ പോകാത്തവർ ഈ പള്ളിയിൽ പോകണം. വെട്ടുകാടുപള്ളിയിലൊക്കെയാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഈ പള്ളിയിലും പോകണം. ഇവിടുത്തെ നിത്യാരാധന ചാപ്പലാണിത്. എനിക്ക് നിത്യാരാധന ചാപ്പലിൽ കയറി എനിക്ക് പ്രാർത്ഥിക്കാനാണ് കൂടുതൽ ഇഷ്ടമാണ് നേരത്തെ തൊട്ട്. ഇവിടെ ആരും ബഹളമില്ല, സൈലൻ്റായിട്ടുള്ള ഏരിയയാണ്. ഇവിടെ നമുക്ക് മനസ്സുരുത്തി പ്രാർത്ഥിക്കാം. ഇത് കണ്ടില്ലേ, യേശു നമ്മളെ നോക്കി ഭൂമിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ചുറ്റും 1-2 കാക്കകൾ. അത് അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വേദനയാണ്. പുറമേ ഈ പള്ളി നോക്കുവാണെങ്കിൽ ആകാശം തൊട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ലത്തീൻ അതിരൂപതയുടെ കീഴിൽ വരുന്ന പള്ളിയാണിത്. ഇത് നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണത്തില്ലേ, ഇന്ത്യക്ക് വെളിയിലുള്ള പള്ളികൾ, അതേപോലെയാണ് ഈ പള്ളി കാണാൻ തന്നെ എന്ത് നല്ല സുന്ദരമാണല്ലേ. അകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോഴോ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് കുറേ സമയമൊക്കെ ഇരുന്നിട്ട് നമുക്ക് അടുത്ത് ചെറിയൊരു ബീച്ചുണ്ട്. റോഡിനോട് ചേർന്നാണ് ഈ പള്ളി ഉള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് കടലും. വലിയ ബീച്ചൊന്നുമല്ല, എന്നിരുന്നാലും കുറേ നേരമൊക്കെ അവിടെ പോയി ഇരിക്കാം. ആളുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഈ കടൽ തീരത്തോട് കുറേ മുന്നോട്ട് നടക്കാൻ പറ്റും. ഇവിടെ കുറച്ച് ആഴം കൂടുതലാണെന്ന് തോന്നുന്നു മറ്റ് സ്ഥലങ്ങളിൽ അപേക്ഷിച്ച്. പിന്നെ വേസ്റ്റും കുറേ അടിഞ്ഞു വന്ന് കിടപ്പുണ്ട്. എന്നാലും നമുക്ക് കുറേ മുന്നോട്ട് നടക്കാം. ഈ മണ്ണിൽ കൂടി ഇങ്ങനെ നടന്നു പോകാം. അതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വേളി ടൂറിസം വില്ലേജ്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, കുതിരസവാരി ഉണ്ട്. ഒരു ക്യാഷ് വെച്ചിട്ടാന്ന് തോന്നുന്നു, എത്ര 50 രൂപ 60 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു അവിടെ പാസ്. പിള്ളേർക്കൊക്കെ അവിടെ ഇഷ്ടപ്പെടും. കുതിരസവാരിയും അങ്ങനെ പാർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അവിടെ. ഞാനും കൊച്ചുകൂടി ഇങ്ങനെ ആ ബീച്ചിൻ്റെ കരയിലെ മണ്ണിക്കൂടി ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ദൂരെ കാണുന്ന ആ തിരക്ക്, ആ ടൂറിസം വില്ലേജ് വന്ന ആൾക്കാർ അവിടെ പട്ടം പറത്തിക്കൊണ്ടിരിക്കുക. അതാണ് ആ തിരക്ക്. ഇത് ഫുള്ള് ഇങ്ങനത്തെ ഇതെന്തോ പായലല്ലേ, ആഫ്രിക്കൻ എന്തോ ഒരു ആമ്പലോ പായലോ. ഇതാണ് കൂടുതലിവിടെ കിടക്കുന്നത്, തെർമോക്കോള്. ഇത് നമ്മൾ വലിച്ചെറിയുന്നത് തന്നെയാണ്. കടലിലെ വലിച്ചെറിയുന്ന കുറേ സാധനങ്ങൾ തിരിച്ച് കടലിൽ നമുക്ക് തിരിച്ച് തന്നെ തരും. കുപ്പിയുണ്ട്, ബിയർ ബോട്ടിലുണ്ട്, എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. യുവാക്കൊച്ചങ്ങനെ മണ്ണൊക്കെ കൂട്ടി കുഴിയൊക്കെ ഉണ്ടാക്കി മണ്ണിൽ തകർത്ത് കളിയാ. മിക്ക ആളുകളും
പിള്ളേരെ ഒന്നും മണ്ണിലൊന്നും കളിക്കാൻ വിടത്തില്ല. നമുക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ട് അവളെ മണ്ണിൽ കളിക്കാൻ വിട്ടു. ലാസ്റ്റ് അവൾ വെള്ളത്തിൽ കളിക്കാനും തുടങ്ങി. വെള്ളത്തിൽ നീന്തി കളിക്കാനാണ് തുടങ്ങിയത് കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഇവിടെ ആഴവും തിരയും കൂടുതലായതുകൊണ്ട് നമ്മുടെ ഒരു കൈ അവിടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. സാധാരണ നോർമൽ ബീച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് നല്ല തിരയും ആഴമാണ് ഇവിടെ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ലായിരുന്നു. ലാസ്റ്റ് അവൾ വെള്ളത്തിൽ നിന്ന് കയറാൻ പാടാ അവൾക്ക്. ഒരു വിധത്തിൽ വലിച്ചാണ് അവളെ കരയെ കയറ്റിയത്. കിടന്ന് പാവം വെള്ളത്തിൽ കിടന്ന് കളിയാണ്.